ശൈവഭൂമിയായ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ചിദംബരം നടരാജ പെരുമാൾ ക്ഷേത്രം. ലൗകിക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക സത്യം അന്വേഷിക്കാനുള്ള വാഞ്ച ഉദിച്ചവർക്ക് ആത്മജ്ഞാനം നേടാനുള്ള ഇടം. അപ്പർ, മാണിക്യവാചകർ, സുന്ദരർ, തിരുജ്ഞാന സമ്പന്നർ എന്നീ ശൈവസന്യാസിമാരും ഭക്തകവികളുമായ നായനാർമാർ തേവാരം പാടലുകളിൽ പാടി സ്തുതിച്ച ആനന്ദ നടനമാടുന്ന നടരാജമൂർത്തി. അരികിൽ ശിവകാമസുന്ദരി അമ്പാളുടെ സന്നിധി. ഭഗവാന്റെ പ്രപഞ്ചനടനം വീക്ഷിച്ചുകൊണ്ട് ഗോവിന്ദരാജ പെരുമാളായ വിഷ്ണുവും പുണ്ടരീകവല്ലി തായാറായ മഹാലക്ഷ്മിയും. 3 രൂപത്തിലാണ് ഭഗവത് ദർശനം. നടരാജനായി രൂപത്തിലും, ചന്ദ്രമൗലീശ്വരനായി സ്ഫടികലിംഗ ദർശനത്തിൽ രൂപാരൂപത്തിലും, ആകാശലിംഗമായ അരൂപത്തിലും. നടരാജ വിഗ്രഹത്തിന് തൊട്ട് തിരശീല കൊണ്ട് മറച്ച് പ്രപഞ്ചവിസ്മയം എന്ന് വിശേഷിപ്പിക്കുന്ന ചിദംബര രഹസ്യം. തിരശീല നീക്കുമ്പോൾ സ്വർണ്ണ വില്വപത്രദളങ്ങൾക്കപ്പുറം ശൂന്യത. ജ്ഞാനദൃഷ്ടിക്കു മാത്രം ഗോചരമാകുന്ന സൂക്ഷ്മജ്ഞാനത്തിൻ്റെ സന്നിധി. ഞാൻ പ്രപഞ്ചത്തിലും പ്രപഞ്ചം എന്നിലും വസിക്കുന്നു എന്ന സത്യം. അണ്ഡവും പിണ്ഡവും ഒന്ന് എന്ന സിദ്ധർമൊഴി. ഭക്തൻ ഭഗവത് കൃപയാലും ജ്ഞാനി ശ്രദ്ധ കൊണ്ട് ആത്മാന്വേഷണത്താലും അനുഭവിച്ചറിയുന്ന ജ്ഞാനാമൃതം. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തില്ലൈവനം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ആദിമകാലത്ത് പുണ്ടരീകപുരം, വ്യാഘ്രപുരം, കനകസഭൈനാഥർ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നു. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ആകാശതത്വമായ ഈ ക്ഷേത്ര ദർശനം മോക്ഷപ്രാപ്തിക്ക് തടസ്സമായതിനെല്ലാം നിർഗുണീകരിക്കുന്നു. പതഞ്ജലി മഹർഷിയാണ് ഇവിടുത്തെ ആരാധനാ സമ്പ്രദായങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ദീക്ഷിതർമാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ക്ഷേത്രത്തിലെ 4 ഗോപുരങ്ങൾ 4 നായനാർമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ക്ഷേത്ര കവാടം കടന്നു ചെല്ലുമ്പോൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്ന 108 കരണങ്ങളും ക്ഷേത്ര ചുമരുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആദിഗുരുവും ആദിയോഗിയുമായ ഭഗവാൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന സവിശേഷ സന്നിധിയുണ്ട്. മുക്രുണി വിനായകർ, വല്ലഭ ഗണപതി, കർപ്പക വിനായകർ, കാലസംഹാരമൂർത്തി, ശരഭേശ്വരൻ, മുരുകൻ എന്നിങ്ങനെ നിരവധി ഭഗവത് പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട്. ചിത്രഗുപ്തന് പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. സ്വർണ്ണകാലഭൈരവന് ക്ഷേത്രത്തിൽ ദിനവും പ്രത്യേക പൂജകൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ശയനവിഷ്ണു സന്നിധിയിലെ ഗോവിന്ദരാജ പെരുമാളെ ആഴ്വാർമാർ 4000 ദിവ്യപ്രബന്ധങ്ങളിൽ സ്തുതിക്കുന്നുണ്ട്. 108 വൈഷ്ണവ തിരുപ്പതികളിൽ ഒന്നാണ് ഈ സന്നിധി. ചിദംബരം ക്ഷേത്രം ചോള രാജാക്കന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ഹൃദയസമർപ്പണമാണ്. ക്ഷേത്രത്തിനു പുറത്ത് തില്ലൈ കാളിയമ്മൻ്റെ ക്ഷേത്രമുണ്ട്. ഊർധ്വതാണ്ഡവമൂർത്തിയായി ഭഗവാൻ ദേവിയെ നൃത്തത്തിൽ തോൽപ്പിച്ചുവെന്നും കഥയുണ്ട്. ശിവരാത്രി ദിവസം ഇവിടെ നാട്യാഞ്ജലി ഉത്സവം നടക്കുന്നുണ്ട്.